ഗൈസ്, ജോർജിയയിൽ ഇന്ത്യൻസിന് ഇനി എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇവിടെ പുതിയ റൂള് കാര്യങ്ങൾ വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അത് ഞാൻ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോവാം. എന്തൊക്കെ ജോലി നമുക്കിവിടെ ഇന്ത്യൻസിന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടും. ഇവിടെ ഇപ്പോൾ ബാൻ ആയതും കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പുതിയ വർക്ക് പെർമിറ്റിലെ റൂൾസ് വന്നതിന് ശേഷം ഇന്ത്യൻസിന് ജോർജിയയിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ സംസാരം. ഇന്നത്തെ വീഡിയോയിൽ പുതിയ നിയമങ്ങളും ഇപ്പോൾ ലഭ്യമായ ജോലി അവസരങ്ങളെയും നമ്മൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ നോക്കുക, ഓക്കെ? പിന്നെ മെയിനായിട്ട് അറിയേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഒരിതും വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, ഓക്കെ? അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പോയിൻ്റായിട്ട് ഞാനിപ്പോൾ പറയുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് പോകാം. അപ്പോൾ പുതിയ റൂൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2026 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാം. വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഇവിടെ 2026 മാർച്ച് 1 മുതൽ വന്നിട്ടുണ്ട്. പെർമനൻ്റ് റെസിഡൻസ് ഇല്ലാത്ത വിദേശികൾക്ക് ജോർജിയയിൽ ജോലി ചെയ്യാൻ പറ്റൂല. റൈറ്റ് ടു വർക്ക് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് നിർബന്ധമാണ്, മനസ്സിലായോ? ഇവിടെ പെർമനൻ്റ് റെസിഡൻസ് വേണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസിഡൻ്റ് ആവണം നമ്മൾ. അല്ല ടെമ്പററി റെസിഡൻസ് TRC വെച്ച് നമുക്കിവിടെ ജോലി ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അത് അപേക്ഷ നൽകണം നിങ്ങൾ. പല സാഹചര്യങ്ങൾ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അപേക്ഷ ഇറങ്ങണം. ഇതാണ് ഇവിടുത്തെ പുതിയ റൂള്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ എല്ലാവരും ഒരു ചോദ്യമായിരിക്കും, ഇനി ചെയ്യാൻ പറ്റാത്ത പ്രധാന ജോലികൾ എന്തൊക്കെയാണ് ഇവിടെ ഇന്ത്യൻസിന്? അത് നിങ്ങൾ നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോ. ഇവിടെ പുതിയ തീരുമാനപ്രകാരം പെർമനൻ്റ് റെസിഡൻസ് ഇല്ലാത്ത ഫോറിൻ നാഷണൽ, ഫോറിൻ ആരായാലും സീനിയർ, ഇന്ത്യൻസ് മാത്രമൊന്നും ഞാൻ പറയില്ല, നിലവിൽ ഈ മേഖലകൾ 0 കോട്ട ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ബാൻഡ് ആണ്. അത് നിങ്ങൾ മനസ്സിലാവും. ടാക്സി ഡ്രൈവർ, ഇവിടെ എല്ലാവരും ഓട്ടിക്കുമായിരുന്നു, നമ്മളെ യാൻഡെക്സ് കാര്യങ്ങൾ അതെല്ലാം ഇവിടെ ഓടുമായിരുന്നു. പിള്ളേരെല്ലാവരും ആയാലും അതെല്ലാം ഇപ്പോൾ ബാനാക്കി. അവർ റീസൺ പറയുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റുന്നില്ല, അവരെ വരുമാന മാർഗമായിരുന്നു അത് നഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് അതിന് ബാനാണ്. പിന്നെ കൊറിയർ ഡെലിവറി, ഗ്ലോബോ വോൾട്ട് പോലുള്ള കൊറിയർ വർക്ക് എല്ലാം സീനാണ്. പിന്നെ ടൂർ ഗൈഡ്, ഇതെല്ലാം. അതിനാൽ ഈ ജോലികൾ പുതിയ നിയമപ്രകാരം സാധാരണമായി ലഭിക്കില്ല, ഒരിക്കലും കിട്ടൂല. അതാണ് ഇപ്പോഴത്തെ മെയിൻ ബാനായിട്ടുള്ള വർക്കുകൾ. പിന്നെ ഇപ്പോഴും ചെയ്യാൻ കഴിയുന്ന ജോലികൾ എന്താണെന്ന് അതെല്ലാവർക്കും ഉള്ളൊരു ഇതാണ്. അതിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. വർക്ക് പെർമിറ്റ് ഉൾപ്പെടെയുള്ള നിയമപരമായ അനുമതി ലഭിച്ചാൽ വർക്ക് പെർമിറ്റ് വേണം, അത് നിങ്ങൾ ചോദിക്കണം. അത് തന്നില്ലെങ്കിൽ അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇല്ലെങ്കിൽ അത് ചോദിക്കും. ആ കടയിലും ഫൈനാണ്, നിങ്ങളെ കയ്യിൽ നിന്നും ഫൈനാണ്. 1000 എത്രയോ ജെല്ലാണ് അടയ്ക്കേണ്ടത്, 30,000 രൂപയൊക്കെ വെറുതെ കളയണം. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ്സ് വെയിറ്ററായിട്ട്, അല്ലെങ്കിൽ കിച്ചൺ ഹെൽപ്പർ, ക്ലീനർ, കാഷ്യർ, അങ്ങനെയൊക്കെ ഇട്ട് നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിൽക്കാം. പിന്നെ ഹോട്ടലിൽ റിസപ്ഷൻ, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ഫ്രണ്ട് ഓഫീസ്, ഇതിലെല്ലാം ആയിട്ട് നിൽക്കാം. പിന്നെ റീറ്റെയിൽ ഷോപ്പ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സിൽ അതിൽ സെയിൽ അസിസ്റ്റൻറ്റ്, കാഷ്യർ, സ്റ്റോർ ഹെൽപ്പർ, വെയർഹൗസ് സ്റ്റാഫ്, ഇതൊക്കെ ആയിട്ട് നിൽക്കാം. ഓഫീസിൽ കസ്റ്റം സപ്പോർട്ട്, മാർക്കറ്റിംഗ്, HR, അക്കൗണ്ടൻറ്റ്, IT സപ്പോർട്ട്, ഇതെല്ലാം ആയിട്ട് നിൽക്കാം. പിന്നെ IT ജോബ്സിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയെല്ലാം ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാം. പിന്നെ പ്രൈവറ്റ് കോച്ചിങ്ങിലൊക്കെ അങ്ങനെ പോകാം. പിന്നെ ലോജിസ്റ്റിക്കും വെയർഹൗസിലും അതിലൊക്കെ നിങ്ങൾക്ക് നല്ല ഓപ്ഷൻ ഉണ്ട്. വെയർഹൗസ് ഓപ്പറേഷനും, ഇൻവെൻറ്ററി, പിന്നെ പാക്കിങ്, സ്റ്റോർ മാനേജ്മെൻറ്റ്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കി അതെല്ലാം ബാൻഡാണ്, അത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ തീരുമാനം എടുക്കാവൂ. പിന്നെ വർക്ക് പെർമിറ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ മാക്സിമം വേണം. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്, അത് എത്ര ദിവസം കിട്ടും, കാര്യങ്ങളെല്ലാം ഡീറ്റെയിലും ആ വീഡിയോയിലുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നമുക്ക് പൈസ കൂടുതൽ കൊടുത്താൽ അത്രയും പെട്ടെന്ന് നമുക്ക് കിട്ടും. 3 വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെ എന്തോ കിട്ടും. ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റി റൂൾസ് പാലിക്കുക.
എംപ്ലോയർ വഴി വർക്ക് ഓതറൈസേഷൻ ശരിയായി ചെയ്യുക, ഇല്ലെങ്കിൽ പണിയാണ്. പിന്നെ നിയമപരമായി ജോലി മാത്രം സ്വീകരിക്കുക. നിയമപരമായിട്ടുള്ള ജോലി മാത്രം നിങ്ങൾ എടുക്കാൻ നോക്കുക സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ജോലി എവിടെ കണ്ടെത്താമെന്നുള്ള ഇതുണ്ട്, അത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. jobs.geയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. HR.ge ഇതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ആ വീഡിയോയിലും ഉണ്ട്, നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാം. ഞാൻ ഇതിൻ്റെ മാത്രം ജോബിൻ്റെ സൈറ്റ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ CV.ge അത് CV-ക്ക് വേണ്ടിയാണ്. പിന്നെ ലിങ്ക്ഡ് ഇൻ എന്ന് പറഞ്ഞ സൈറ്റ്, ഫേസ്ബുക്ക് ജോബ് ഗ്രൂപ്പ്സ് ഉണ്ട്, കമ്പനി കരിയർ പേജസ് ഉണ്ട്. ഇതെല്ലാത്തിലും കൂടെ നിങ്ങൾക്ക് കിട്ടാം. പിന്നെ എനിക്ക് പറയാനുള്ള ലാസ്റ്റായിട്ട്, ഇതിൽ മാത്രം കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒന്നും ശരിയാണെന്ന് വിചാരിക്കില്ല. ജോലി സ്വീകരിക്കുന്നതിന് മുമ്പേ എംപ്ലോയർ നിയമപരമായി ഹയർ ചെയ്യുന്നുണ്ടോ, മീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട്, പിന്നെ വർക്ക് പെർമിറ്റ് പ്രോസസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് വരെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇതെല്ലാം ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി കയറേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, പിന്നെ അല്ലാതെ പ്രോക്സി എന്ന് പറഞ്ഞ കുറേ ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിലൊക്കെ ഇന്ത്യൻസ് കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ അതും ഞാൻ പറഞ്ഞുതരാം. ഗെയിമിങ്ങിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തന്നെയാണ് വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധിമുട്ടില്ല, അവർക്ക് ചെയ്യാം, വേറെ ഒരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ ചെയ്ത് പോണവരും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. പക്ഷെ ടാക്സി, കൊറിയർ, വോൾട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് നമുക്ക് ഇല്ല, അത് അല്ലെങ്കിൽ തരയില്ല, അത് ഇവിടെ ബാൻഡാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് മെയിൻ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി മാക്സിമം ഇരിക്കുക. കാരണം ഇനി മറ്റേത് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ ഈ കാര്യം ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാമായിരുന്നു, പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. അതാണ് ഇവിടുത്തെ നിയമപരമായ ഇപ്പോഴത്തെ കാര്യങ്ങൾ. അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.